ഇന്ന് നമ്മുടെ ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് ഫിഷുകളുടെ ടാങ്കിൽ വാട്ടർ ചേഞ്ച് ആയിരുന്നു. ഇതിൻ്റെ അടിഭാഗത്ത് അത്യാവശ്യം അഴുക്ക് അടിഞ്ഞു കൂടുന്നുണ്ട്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. വെള്ളം തീരെ ക്ലൗഡി ആവുന്നില്ല, ക്ലിയർ ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടിഭാഗത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ സൈഫൺ ഉപയോഗിച്ച് വലിച്ച് കളഞ്ഞ് ഫ്രഷ് വെള്ളം അടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇൻഡോർ വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈഡിങ് സ്പോട്ടുകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ മീനുകളെ ഓരോന്നിനെയായിട്ട് കണ്ടെയ്നറിലേക്ക് ഇറക്കി വിടുകയാണ്. ഇത് നമ്മുടെ ആദ്യത്തെ കണ്ടെയ്നറിൽ എടുക്കുന്ന ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് ഫിഷ് ആണ്. ഇതിനെ നമ്മൾ ആദ്യം വാങ്ങിയതാണ്, ഫീമെയിലാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ കണ്ടെയ്നറിൽ എടുക്കുന്നതാണ്, മെയിലാണ്. സൈസ് ഏതിനാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കണ്ടെയ്നറിൽ എടുക്കുന്ന മെയിലിനാണ് സൈസ് കൂടുതലായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ബോഡി ഷേപ്പ് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ വയറിൻ്റെ ഭാഗത്തൊരു ബൾജ് ഉണ്ടായിരിക്കും, മെയിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലാറ്റ് ആയിരിക്കും. ഇവർ നല്ല രീതിയിൽ പെല്ലറ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അതായിരുന്നു നമ്മൾ കുറേ നാളായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. പെല്ലറ്റ് വെള്ളം ക്ലൗഡി ആക്കാറുണ്ടായിരുന്നു. അത് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് മണ്ണിരകളെയാണ്.